താല്പര്യമില്ലാതിരുന്നിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വിവാഹത്തിനായി നിർബന്ധിക്കുന്നുണ്ടോ? എന്നാൽ ദി ജേണൽ ഓഫ് ദി അൽസീമേഴ്സ് അസോസിയേഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ ഗവേഷണത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകൂ. കൂടാതെ നിങ്ങളുടെ മാതാപിതാക്കളെയും ഈ വിവരം അറിയിക്കൂ. വിവാഹം മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഗുരുതരമായ മറവി രോഗമായ ഡിമെൻഷ്യ വരുന്നത് കൂടുതലും വിവാഹിതരിലെന്ന് പറയപ്പെടുന്നു. അവിവാഹിതർ അല്ലെങ്കിൽ വിവാഹമോചിതരായ ആളുകളിൽ ഡിമെൻഷ്യ വളരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. അമേരിക്കയിൽ നടത്തിയ ഈ പഠനം 24,000 അമേരിക്കക്കാരെ 18 വർഷത്തോളം നിരീക്ഷിച്ചാണ് പഠനം നടത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തും ഇതേ സ്ഥിതി തന്നെയെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് വ്യക്തിജീവിതവും ജോലിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ വൈകാരികമായ അതൃപ്തി മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നും കണ്ടെത്തി. അസന്തുഷ്ടമായ ദാമ്പത്യ ബന്ധങ്ങൾ മാനസികവും ശാരീരികവുമായ തളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിട്ടുമാറാത്ത സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ എന്നിവ വിവാഹിതരായ ആളുകളിൽ വളരെ കൂടുതലാണെന്ന് പഠനം തെളിയിക്കുന്നു. വിവാഹിതരായ വ്യക്തികളിൽ ഡിമെൻഷ്യ ദിനംപ്രതി വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യമേ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ശരിയായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഗുരുതര പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നും പഠനം കരുതുന്നു. എന്നിരുന്നാലും വിവാഹ ജീവിതവും മാനസികാരോഗ്യവും തമ്മിൽ ഇതുവരെ കരുതിയിരുന്നതിനേക്കാൾ ശക്തിയേറിയ ബന്ധമുണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത്. വിവാഹിതരായ വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വഭാവങ്ങളും ശീലങ്ങളും തമ്മിൽ വളരെയധികം വൈരുദ്ധ്യമുണ്ടെങ്കിൽ രണ്ടുപേരിലും വിഷാദ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ ഒരു വർഷം വിവാഹിതരായ 10,000 പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. പുരുഷ ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട് പുരുഷ സംഘമാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. ഈ വിഷയം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നാണ് പുരുഷ സംഘത്തിൻ്റെ ആവശ്യം. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ കീഴിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കണമെന്നും പുരുഷന്മാരുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തി അത് തടയാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു. കൂടാതെ തമിഴ്നാട്ടിൽ പുരുഷന്മാർക്കായി ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങണമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ ആവശ്യം പരിഗണിക്കണമെന്നും പുരുഷ സംഘം കൂട്ടിച്ചേർത്തു. പുരുഷന്മാരിലെ വിഷാദരോഗം കുറയ്ക്കുവാൻ അവർ തന്നെ പുറത്തുവിട്ട കുറച്ച് നിയമങ്ങളുമുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സമ്മതിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക. രണ്ടുപേരുടെയും ഒരേ സമയം ദേഷ്യപ്പെടരുത്. ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പങ്കാളിയോട് ഒരു നല്ല വാക്ക് പറയുക, അല്ലെങ്കിൽ ഒരു അഭിനന്ദനം നൽകുകയും ചെയ്യുക. മുൻകാല തെറ്റുകൾ ഒരിക്കലും കൊണ്ടുവരരുത്. തർക്കം പരിഹരിക്കപ്പെടാതെ ഒരിക്കലും ഉറങ്ങുകയും ചെയ്യരുത്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യമായ രാത്രിയെ മറുനാടുകളിൽ ഫസ്റ്റ് നൈറ്റ് എന്നും ഇന്ത്യയിൽ ആദ്യ രാത്രിയെന്നും പറയപ്പെടുന്നു. ചിലയിടങ്ങളിൽ ഇതിനെ ശാന്തി മുഹൂർത്തം എന്നും പേരിലും പറയപ്പെടുന്നു. അതിനുശേഷമുള്ള ആദ്യ നാളുകൾ മധുവിധു. ഈ കാലഘട്ടത്തിൽ ദമ്പതികൾ ഒരുമിച്ച് യാത്ര പോവുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ബന്ധുജനങ്ങളെ സന്ദർശിക്കുക എന്നിവ ചെയ്യാറുണ്ട്. കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നിവ സർവ്വസാധാരണമാണ്. കാലക്രമേണ ഇത്തരം സ്നേഹപ്രകടനങ്ങൾ കുറഞ്ഞു വരികയും ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാവരും ചെയ്യുന്നത്.